യേശു കർത്താവ് ഗെത്സമനയിൽ കവിണ്ണു വീണു പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ആത്മാവിന് ഒരുക്കമുണ്ട്, ജഡം ബലഹീനമാണെന്നും പറഞ്ഞു. യേശു രണ്ടാമതും കവിണ്ണു വീണു. പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്നത്തെ അപമാനങ്ങളെ, നിന്ദകളെ, കുരിശുകളെയൊക്കെ അലക്ഷ്യമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നവരാണ്. നമുക്ക് നല്ല ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രവൃത്തികൾ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കർത്താവായ യേശുവിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അതൊരു ദീർഘകാല വിഷനായിരുന്നത് കൊണ്ട് എന്നും കർത്താവിന് മിഷൻ ഉണ്ടായിരുന്നു. യേശു കർത്താവ് അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഓരോ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കുവച്ചു. പിന്നെയും രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ശുശ്രൂഷ അത് ഗെത്സമനയിലെത്തിയപ്പോൾ എന്നും പതിപോലെ പ്രാർത്ഥിക്കുന്ന ഒരു ഗെത്സമന തന്നെയായിരുന്നുവെങ്കിലും അന്ന് യേശു കർത്താവ് നിലവിളിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണമേ എന്ന് പറഞ്ഞ അനന്തരം നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയായിരുന്നു. നമ്മുടെ പാപമാണ് യേശു ചുമന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വാക്കുണ്ട്, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ. അപ്പോൾ ദൈവം കൊടുത്തൊരാലോചന, ഈ പാനപാത്രം കുടിക്കുമ്പോൾ അത് നീങ്ങിപ്പോകും. ഏത് നീങ്ങിപ്പോകും? നമ്മുടെ ശാപം നീങ്ങിപ്പോകും, നമ്മുടെ പാപം നീങ്ങിപ്പോകും, നമ്മുടെ മരണം നീങ്ങിപ്പോകും. വ്യക്തമായ ചില ആലോചനകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റു. ശിഷ്യരോട് പറഞ്ഞു, പോകാം, നാഴിക വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശ് ചുമക്കാൻ ഇപ്പോൾ യേശു റെഡിയാണ്. അപമാനങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിനെയൊന്നും ലക്ഷ്യമാക്കാതെ അലക്ഷ്യമാക്കിക്കൊണ്ട് തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് മുൻപോട്ട് തന്നെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമുക്കും അങ്ങനെ ചലിക്കാൻ കഴിയും. നിങ്ങളെ അപമാനിക്കുന്നവരൊക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകാം. നിന്ദിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും താഴ്ത്തിക്കെട്ടുന്നവരൊക്കെ ഉണ്ടാകാം. നിങ്ങളെ വിമർശിക്കുന്നവർ, ദോഷം നിരൂപിക്കുന്നവർ, ദോഷം പ്രവർത്തിക്കുന്നവർ, നിങ്ങൾക്കായി കെണിയൊരുക്കുന്നവർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു യാത്രയുണ്ട്. യേശു കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം. യേശു പറഞ്ഞു, എന്നെ അവർ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെയാണ്
യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടത്. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോൾ വളരെ വിളവുണ്ടായി. ആ വിളവാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും അവസാനിക്കില്ല. നമുക്ക് മുൻപിലൊരു സന്തോഷമുണ്ട്. അതെന്താണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ഓരോരുത്തരും അത് ഇന്നാണെങ്കിൽ രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ദൈവം നമുക്ക് വേണ്ടി ഒരു തേജസ് ഒരുക്കി വച്ചിട്ടുണ്ട്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായൊരു സന്തോഷം നമുക്ക് മുൻപിലുണ്ട്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് തേജസ്സാണ്. ആ തേജസ്സിലേക്കുള്ള ചവിട്ടുപടികളാണ് ഇന്നത്തെ എൻ്റെ കഷ്ടത. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് അപമാനത്തെ അലക്ഷ്യമാക്കാം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. തേജസ്സിൻ്റെ വചനത്തെ ശ്രദ്ധിച്ചു നോക്കാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.